സ്റ്റോറി സ്പേസിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ പ്രസിദ്ധമായ കാബൂളിവാല എന്ന കഥ കേൾക്കാം. 5 വയസ്സുകാരിയായ എൻ്റെ മകൾ മിനി ഒരു കൊച്ചു വായാടിയായിരുന്നു അവൾ. വാപ്പൂട്ടുന്ന നേരം ഇല്ലെന്ന് തന്നെ പറയാം. എപ്പോഴും ചിലപ്പ് തന്നെ ചിലപ്പ്. അവളുടെ അമ്മയ്ക്ക് ഇത് തീർത്തും അസഹനീയമായിരുന്നു. ആ കുരുന്ന് അല്പനേരമെങ്കിലും ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. എന്നാൽ എൻ്റെ കാര്യം നേരെ മറിച്ചായിരുന്നു. മിനിയുടെ സംസാരം കേൾക്കാത്ത നിമിഷങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവളുടെ കൊഞ്ചലുകൾ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അവളുമായി സംസാരിക്കുന്ന നിമിഷങ്ങൾ എനിക്ക് സ്വർഗതുല്യങ്ങളുമായിരുന്നു. ഒരു സുപ്രഭാതം ഞാൻ എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം എഴുതുകയാണ്. എൻ്റെ പുന്നാരമോൾ ഒച്ചയുണ്ടാക്കാതെ അവിടേക്ക് കടന്നു വന്നു. മെല്ലെ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "പപ്പാ, നമ്മുടെ ഗേറ്റ് കാവൽക്കാരൻ രാംദയാൽ ഒരു കാക്കയെ ക്രോ എന്നാണ് വിളിക്കുന്നത്. അയാൾക്കൊന്നും അറിയില്ല അല്ലേ?" ഞാൻ അവളോട് ഈ ലോകത്തുള്ള പല ഭാഷകളെക്കുറിച്ചും ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ചു കൊടുക്കാമെന്ന് ആഗ്രഹിച്ചെങ്കിലും അപ്പോഴേക്കും അവൾ അടുത്ത വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. "പപ്പാ, നമ്മുടെ ജോലിക്കാരൻ ബോല പറയുന്നു ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ ഒരു ആന ഉണ്ടെന്ന്. ആന തുമ്പിക്കൈയിൽ വെള്ളം ചുറ്റുമ്പോഴാണ് മഴ പെയ്യുന്നത്. ശരിയാണോ പപ്പാ?" ആ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണം എന്ന് ആലോചിച്ചു വരുമ്പോഴേക്കും അവൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നിരുന്നു. "പപ്പാ, അമ്മയ്ക്ക് പപ്പയോടുള്ള ബന്ധം എന്താ?" "എൻ്റെ പൊന്നു മോളല്ലേ, പോയി ബോലയും ഒത്ത് കളിക്ക്. പപ്പ അല്പം തിരക്കിലാണ്" എന്ന് അവസാനം എനിക്ക് അവളോട് പറയേണ്ടി വന്നു. എൻ്റെ മുറിയുടെ ജനാലവാതിൽ തുറന്നാൽ പെരുവഴി വ്യക്തമായി കാണാം. ഞാൻ കൊണ്ടുപിടിച്ച എഴുത്തു തന്നെ. 17-ാം അധ്യായത്തിൻ്റെ സൃഷ്ടികർമ്മം. നായകൻ പ്രതാപ് സിംഗ് നായികയായ കാഞ്ചനലതയെ കൈകളിൽ കോരിയെടുക്കുന്നു. എന്നിട്ട് മാളികയുടെ ജനാല വഴി അവൻ അവളെയും കൊണ്ട് കടക്കാൻ ശ്രമിക്കുകയാണ്. ഉത്കണ്ഠാഭരിതമായ നിമിഷങ്ങൾ. ഈ സമയമത്രയും എൻ്റെ കാലിൽ കയറിയിരുന്ന് ബാലലീലകളിൽ മുഴുകിയിരുന്ന മിനി പെട്ടെന്ന് ജനാലക്കരികിലേക്കൊരോട്ടം. "അതാ ഒരു കാബൂളിവാല, കാബൂളിവാല!" അവൾ വിളിച്ചു കൂവി. ഞാൻ ജാലകവാതിലിലൂടെ നിരത്തിലേക്ക് നോക്കി. നീണ്ട തലപ്പാവും വൃത്തികെട്ട വേഷവും ധരിച്ച ഒരു കാബൂളിവാല നടന്നു വരുന്നു. പുറത്തൊരു സഞ്ചിയും കയ്യിൽ മുന്തിരിപ്പഴങ്ങൾ നിറച്ച കൂടകളും. അയാൾ ഇരുവശങ്ങളിലുമുള്ള വീടുകൾ നോക്കി മന്ദം മന്ദം നടന്നു നീങ്ങുന്നു. ആ തെരുവ് വ്യാപാരിയുടെ രൂപം എന്ത് വികാരമാണ് മിനിയുടെ കൊച്ചു ഹൃദയത്തിൽ ഉണ്ടാക്കിയതെന്നറിയില്ല. അവൾ ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു, "കാബൂളിവാല, ഓ കാബൂളിവാല!" "ഷടാ!" അത് കേട്ട് അയാൾ കയറി വരും. എൻ്റെ 17-ാമത്തെ അധ്യായം തുലഞ്ഞതു തന്നെ. അതാ അയാൾ വിളികെട്ട ഭാഗത്തേക്ക് തിരിയുന്നു. അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ അവൾക്ക് ഭയമായി. അയാൾ കുട്ടികളെ പിടിക്കുന്നവനാണെന്നും തന്നെപ്പോലെ 2-3 കുട്ടികൾ അയാളുടെ നീളൻ സഞ്ചിയിൽ കാണുമെന്നുമാണ് അവളുടെ വിശ്വാസം. പേടിച്ചരണ്ട അവൾ അമ്മയുടെ അടുക്കിലേക്ക് ഓടി. അപ്പോഴേക്കും പഴക്കച്ചവടക്കാരനായ ആ കാബൂളിവാല ഗേറ്റിലെത്തിക്കഴിഞ്ഞിരുന്നു. അയാൾ എനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വന്നു. മിനി വിളിച്ചു വരുത്തിയതായതുകൊണ്ട് അയാളോട് എന്തെങ്കിലും വാങ്ങുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കച്ചവടത്തിനിടയിൽ ഞങ്ങൾ പലതും സംസാരിച്ചു. അപ്പോഴും അയാളുടെ കണ്ണുകൾ അവിടൊക്കെ പരതുകയായിരുന്നു. "മോളെവിടെ സാർ?" ഇടപാട് തീർത്തു പോകുമ്പോൾ അയാൾ ചോദിച്ചു. അയാളുടെ സഞ്ചിയെക്കുറിച്ചുള്ള അവളുടെ ഭയം മാറ്റേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയ ഞാൻ മിനിയെ വിളിച്ചു. വിളികേട്ട് വന്ന മിനി അയാളെ ഭയത്തോടെ നോക്കിക്കൊണ്ട് എന്നോട് ചേർന്നു നിന്നു. അയാൾ അവൾക്ക് അണ്ടിപ്പരിപ്പും ഉണങ്ങിയ പഴങ്ങളും വച്ചു നീട്ടി. പക്ഷേ അതവൾ വാങ്ങിയതേയില്ല. മാത്രമല്ല അവൾ കൂടുതൽ ഭയന്ന് എന്നോട് അല്പം കൂടി പറ്റിച്ചേരുകയും ചെയ്തു.
അതവരുടെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖമുള്ള കാബൂളിവാല, വാതോരാതെ സംസാരിക്കുന്ന മിനി. പ്രഭാതങ്ങൾ പലതും വിരിഞ്ഞുകൊഴിഞ്ഞു. തെളിഞ്ഞ മുഖമുള്ള ഒരു പ്രഭാതം. ഞാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങുകയായിരുന്നു. ആ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. വരാന്തയിൽ ഒരു ബെഞ്ചിൽ മിനി ഇരിക്കുന്നു. അവളുടെ പാദങ്ങളുടെ അടുത്തായി കാബൂളിവാലയും. അവൾ വാതോരാതെ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ജീവിതത്തിൽ അവളുടെ കടങ്കഥകളും കലപില വർത്തമാനങ്ങളും ഇത്ര ക്ഷമയോടെ കേട്ടിരിക്കുന്ന ഒരാളെ അവൾ കണ്ടെത്തിയിരിക്കുവാൻ സാധ്യതയില്ല, അവളുടെ അച്ഛനായ ഞാനല്ലാതെ. അവളുടെ കൊച്ചു സാരിത്തുമ്പിൽ കിഴികെട്ടി ബദാം പരിപ്പുകളും ഉണക്കമുന്തിരികളും ഉണ്ടായിരുന്നു, കാബൂളിവാലയുടെ സമ്മാനം. നീ എന്തിനാണ് ഇതെല്ലാം അവൾക്ക് കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു 8 നാണയം എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അയാൾക്ക് നീട്ടി. അയാൾ യാതൊരു പ്രതിഷേധവും മടിയും കൂടാതെ അത് വാങ്ങി സ്വന്തം പോക്കറ്റിലിടുകയും ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും ആ 8 നാണയം എന്തെല്ലാം കോലാഹലങ്ങളാണ് വരുത്തിവെച്ചത്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കാബൂളിവാല ആ നാണയത്തൊട്ട് മിനിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചിട്ടാണ് പോയത്. അല്പം കഴിഞ്ഞപ്പോൾ തിളങ്ങുന്ന ആ വെള്ളി രൂപത്തൊട്ട് മിനിയുടെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ അത് എവിടെ നിന്ന് കിട്ടി എന്നതിനെപ്പറ്റി മിനിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എനിക്കിത് കാബൂളിവാല തന്നതാണ് എന്നായിരുന്നു അവളുടെ ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം. കാബൂളിവാല തന്നതോ? ഓ മിനി, നിനക്കാരാ അയാളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങുവാൻ അനുവാദം തന്നത്? എൻ്റെ ഭാര്യ അലറി. ഭാഗ്യത്തിന് ഈ സമയത്ത് ഞാൻ തിരിച്ചെത്തിയതുകൊണ്ട് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു. എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി. ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ തവണയല്ല ഇവർ രണ്ടുപേരും തമ്മിൽ കാണുന്നത്. മിനിക്ക് കാബൂളിവാലയോടുണ്ടായിരുന്ന ഭയം ബദാം പരിപ്പുകളും ഉണക്കമുന്തിരികളും ഒക്കെ കൈക്കൂലി കൊടുത്ത് അയാൾ മാറ്റിയെടുത്തിരിക്കുന്നു. അവരിപ്പോൾ നല്ല കൂട്ടുകാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവർ വളരെയേറെ സന്തോഷിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന പല പല തമാശകളും ഉണ്ടായിരുന്നു. ബെഞ്ചിന്മേൽ ഒരു രാജ്ഞിയുടെ ഗമയിലിരിക്കുന്ന മിനി തൻ്റെ മുൻപിൽ നിലത്ത് പടിഞ്ഞിരിക്കുന്ന ആജാനുബാഹുവായ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കും, കാബൂളിവാല, കാബൂളിവാല, നിന്റെ സഞ്ചിക്കകത്ത് എന്താണ്? കുന്നുകളിൽ താമസിക്കുന്നവരുടെ പ്രത്യേക ശബ്ദത്തിൽ മൂക്കിൽ നിന്നെന്നതുപോലെ അയാൾ മറുപടി പറയും, ഒരാന. നമുക്കതിൽ തമാശയൊന്നും കാണാനാവില്ലെങ്കിലും അവർ രണ്ടുപേർക്കും വളരെ നേരം പൊട്ടിപ്പൊട്ടി ചിരിക്കാനും ആസ്വദിക്കാനുമുള്ള വകയുണ്ടായിരുന്നു അവരുടെ ആ ചോദ്യത്തിലും ഉത്തരത്തിലും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുതിർന്ന മനുഷ്യനുമായുള്ള ഈ കുട്ടിയുടെ സംഭാഷണത്തിൽ എന്തൊക്കെയോ വിചിത്രമായ ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു. അടുത്ത ഊഴം കാബൂളിവാലയുടേതാണ്. തൻ്റെ ചോദ്യത്തിൽ താൻ മിനിയേക്കാൾ ഒട്ടും തന്നെ പിന്നിലാവരുതെന്നതുപോലെ അയാൾ ചോദിക്കും, കൊച്ചുമിടുക്കി, നീ എന്നാണ് അമ്മായി അച്ഛൻ്റെ വീട്ടിൽ പോകുന്നത്? മിക്കവാറും എല്ലാ ബംഗാളി കുട്ടികളും അമ്മായി അച്ഛൻ്റെ വീടിനെ പറ്റിയുള്ള സംസാരം കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഞങ്ങൾ വീട്ടിലൽപ്പം പുരോഗമന ചിന്താഗതിക്കാരായിരുന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ മിനിയുടെ മുൻപിൽ ചർച്ച ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ കാബൂളിവാലയുടെ ഈ ചോദ്യം അവളെ അല്പം പരിഭ്രമിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ തനിക്കറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് കാബൂളിവാല സംസാരിക്കുന്നതെന്ന് സമ്മതിച്ചു കൊടുക്കാൻ മിനി തയ്യാറല്ലായിരുന്നു. അവൾ തൻ്റെ സ്വതസിദ്ധമായ ബുദ്ധികൂർമ്മതയോടെ തിരിച്ചു ചോദിച്ചു, എന്താ, നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോ? കാബൂളിവാലയെ പോലെയുള്ള വഴിവാണിഭക്കാരുടെ സംസാരത്തിൽ അമ്മായി അച്ഛൻ്റെ വീടിന് 2 അർത്ഥങ്ങളുണ്ടായിരുന്നു. സ്വന്തമായി പണച്ചെലവില്ലാതെ നല്ല ഭക്ഷണവും താമസവും ലഭിക്കുമെന്ന അർത്ഥത്തിൽ ജയിലിനും ആളുകൾ അമ്മായി അച്ഛൻ്റെ വീട് എന്ന് പറയാറുണ്ടായിരുന്നു. മറുപടിയായി തൻ്റെ മുഷ്ടി ചുരുട്ടി ഏതോ ഒരു പോലീസുകാരനെ ഇടിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് കരുത്തനായ ആ വഴിവാണിഭക്കാരൻ പറയും, ഞാൻ എൻ്റെ അമ്മായി അച്ഛനെ ഇടിച്ചു പഞ്ഞിയാക്കി കളയും. അവൻ്റെ മറുപടി കേട്ട് ഇടികൊണ്ട് പരവശനായ ബന്ധുവിൻ്റെ രൂപം മനസ്സിൽ കാണുന്ന മിനി പൊട്ടിപ്പൊട്ടി ചിരിക്കുവാൻ തുടങ്ങും. അധികം വൈകാതെ അയാളും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും.
പണ്ടുകാലത്തെ രാജാക്കന്മാർ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ യുദ്ധങ്ങൾക്ക് പോവാറുള്ള ശരത്കാലമായിരുന്നു അത്. പ്രഭാതങ്ങളിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും അല്പം പോലും ചലിക്കാതെ തന്നെ എൻ്റെ മനസ്സിനെ ലോകം മുഴുവനും കടന്നുപോയി കീഴടക്കുവാൻ ഞാൻ അനുവദിച്ചു. ഏതെങ്കിലും ഒരു പുതിയ രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ മതി, എൻ്റെ മനസ്സ് അങ്ങോട്ട് കുതിക്കും. തെരുവിലെവിടെയെങ്കിലും ഒരു വിദേശിയെ കണ്ടുമുട്ടിയാൽ മതി, എൻ്റെ മനസ്സ് സ്വപ്നങ്ങളുടെ ഒരു മല തന്നെ കൊരുത്തു തുടങ്ങും. അവിടുത്തെ പർവ്വതങ്ങളും താഴ്വരകളും വനങ്ങളും അവിടെയുള്ള അയാളുടെ കൊച്ചു വീടും നഗരത്തിൽ നിന്നകന്ന വിജനതയിലെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. ചിലപ്പോൾ എൻ്റെ ജീവിതയാത്രയിലെ രംഗങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. കാരണം ഞാനിപ്പോൾ അത്തരമൊരു വിരസ ജീവിതം നയിക്കുന്നതിനാൽ യാത്രയെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും ഒരിടിമുഴക്കത്തിൻ്റെ ശക്തിയോടെ എന്നെ തട്ടി ഉണർത്തും. ഇന്നിപ്പോൾ ഈ കാബൂളിവാലയുടെ സാന്നിധ്യം വരണ്ടുണങ്ങിയ ഊഷരമായ ആ പർവ്വതനിരകളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഇടുങ്ങിയതും ദുഷ്കരവുമായ വീഥികൾ അവയുടെ ഔന്നത്യത്തെ ചുറ്റിപ്പുണർന്നു. ചരക്കുകളുമായി ആ പാതകളിലൂടെ താഴ്വര ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്ന ഒട്ടകങ്ങളെയും അവയെ നിയന്ത്രിക്കുന്ന കയറുകളേന്തിയ ടർബൻ തലപ്പാവ് കെട്ടിയ കുന്തവും തോക്കും ധരിച്ച വ്യാപാരികളെയും എനിക്കെൻ്റെ ദിവാസ്വപ്നങ്ങളിൽ കാണാം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ മിനിയുടെ അമ്മ ഇടയ്ക്ക് കയറും. ആ മനുഷ്യനെ സൂക്ഷിക്കണം എന്ന നിർദ്ദേശവുമായി. നിർഭാഗ്യവശാൽ മിനിയുടെ അമ്മ വളരെയേറെ ശ്രദ്ധാലുവും ഭീരുവുമായൊരു സ്ത്രീയാണ്. താഴെ തെരുവിൽ നിന്നും എന്തെങ്കിലും ശബ്ദമോ ബഹളമോ കേൾക്കുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങളുടെ വീടിനടുത്തേക്ക് വരുന്നത് കണ്ടാൽ അവൾ അപ്പോഴേ തീരുമാനിക്കും. അവരൊന്നുകിൽ കുടിയന്മാരായിരിക്കും, അല്ലെങ്കിൽ കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ പാമ്പുകളോ കടുവകളോ ആയിരിക്കും. ഇത്രയേറെ വർഷങ്ങളുടെ അറിവും അനുഭവങ്ങളും ഉണ്ടായിട്ടും അവൾക്ക് ഇന്ന് വരെ അവളുടെ അനാവശ്യ ഭയങ്ങളെ കീഴടക്കുവാനായിട്ടില്ല. അതുകൊണ്ടുതന്നെ കാബൂളിവാലയെപ്പറ്റിയും അവൾക്ക് സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് അവൾ എന്നോട് യാചിച്ചു പറയുമായിരുന്നു. അവളുടെ ആ ഭയത്തെ അല്പമൊരു ചിരിയോടെ നിസ്സാരവൽക്കരിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവളൊരു 100 ചോദ്യങ്ങളുമായി ഗൗരവത്തിൽ എന്നെ നേരിടും. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ? കാബൂളിൽ അടിമമേലയുണ്ടായിരുന്നു എന്നത് വാസ്തവമല്ലേ? ഇത്രയും വലിയൊരു മനുഷ്യന് ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനാവില്ലെന്നാണോ കരുതുന്നത്? ഇപ്പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ അവളെ സമാധാനപ്പെടുത്തി. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അരുതാത്തതൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടും അവൾക്ക് വിശ്വാസമായില്ല. അതിനാൽ ആ ഭയം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ വീട്ടിൽ വരുന്ന ഈ കാബൂളിവാലയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഭയത്തിന് അടിസ്ഥാനമില്ലെന്നാണ് എൻ്റെ തികഞ്ഞ വിശ്വാസം. അതിനാൽ മിനിക്കുട്ടിയും കാബൂളിവാലയും തമ്മിലുള്ള സൗഹൃദം തുടർന്നുകൊണ്ടേയിരുന്നു. അബ്ദുറഹ്മാൻ എന്നു പേരുള്ള കാബൂളിവാലയ്ക്ക് ഒരു പതിവുണ്ട്. എല്ലാ കൊല്ലവും ജനുവരി മധ്യത്തിൽ അയാൾ ജന്മനാടായ കാബൂളിലേക്ക് പോകും. പോകാൻ സമയമെടുത്താൽ അയാൾക്ക് തിരക്കാണ്. വീടായ വീടുകളിലെല്ലാം കയറിയിറങ്ങി കിട്ടാനുള്ള പണം പിരിക്കണം. ഈ തിരക്കിനിടയിലും മിനിക്കുട്ടിയെ കാണാൻ അയാൾ സമയം കണ്ടെത്തിയിരുന്നു. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അയാൾ വീട്ടിലെത്തും. മിനിക്കുട്ടിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും. ചിരികളി തമാശകളുമായി അവർ സമയം ചെലവഴിക്കും. അയാൾക്കത് ഒരു അനുഷ്ഠാനം പോലെയായിരിക്കുന്നു. അക്കൊല്ലം റഹ്മാന് കാബൂളിൽ പോകേണ്ട സമയം അടുത്തു വരികയായിരുന്നു. ഒരു ദിവസം കൂടി കടന്നുപോയി. തണുത്ത പ്രഭാതം. ജനാലയിലൂടെ ഉദയസൂര്യൻ്റെ നേർത്ത ചൂടുള്ള ഇളം കിരണങ്ങൾ വായനാനിരതനായിരുന്ന എൻ്റെ കാലുകളെ തഴുകുന്നുണ്ടായിരുന്നു. 8 മണിയായി കാണും. നിരത്തിൽ ജനത്തിരക്കേറിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ബഹളം കേട്ടു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റഹ്മാനെ 2 പോലീസുകാർ ചേർന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. പിറകെ ഓലിയിട്ടുകൊണ്ട് ഒരു പറ്റം തെരുവ് പിള്ളേരും. കാബൂളിവാലയുടെ വസ്ത്രങ്ങളിൽ ചോര. ഒരു പോലീസുകാരൻ്റെ കയ്യിൽ ചോര പുരണ്ട കത്തിയും. ഞാൻ സംഭവസ്ഥലത്ത് പാഞ്ഞെത്തി. പോലീസുകാരെ തടഞ്ഞുകൊണ്ട് കാരണം ആരാഞ്ഞു. അടുത്തൊരു വീട്ടുകാരൻ അയാൾക്ക് കുറേ പണം കൊടുക്കാനുണ്ടായിരുന്നു.
പക്ഷേ അയാൾ സമ്മതിച്ചില്ല. കാബൂളിവാല വിട്ടുകൊടുത്തില്ല. തർക്കമായി, വാക്കേറ്റമായി. അവസാനം കാബൂളിവാല കത്തിയൂരി കുത്തി അയാളെ നിലത്തിട്ടു. ഇതാണ് സംഭവം. ഞാൻ എത്തുമ്പോഴും അയാൾ എതിരാളിയെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും "ഓ കാബൂളിവാല, ഓ കാബൂളിവാല" എന്ന വിളിയുമായി മിനിക്കുട്ടിയും ഓടി വന്നു. അവളെ കണ്ടപ്പോഴേക്കും അയാളുടെ മുഖം ചുവന്നു തുടുത്തു. വികാരത്തിൻ്റെ വേലിയേറ്റം ആ മുഖത്തുണ്ടായി. അയാൾ ഒരു നിമിഷം മിനിക്കുട്ടിയെ തന്നെ നോക്കി നിന്നു. "കാബൂളിവാല, അമ്മായിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണോ?" മിനിക്കുട്ടി അയാളുടെ നൊമ്പരം തുടിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ട് റഹ്മാൻ ഒന്ന് ചിരിച്ചു, വേദന പുരണ്ട ചിരി. എന്നിട്ട് മെല്ലെ അവളോടായി പറഞ്ഞു, "അതിപ്പോൾ ശരിയായി തീർന്നിരിക്കുന്നു മോളെ. ഞാൻ അവിടേക്ക് തന്നെ പോകുന്നു." അത് കേട്ടിട്ട് മിനിക്കുട്ടി പതിവ് പോലെ ചിരിച്ചില്ല. അത് കാബൂളിവാലയെ ഏറെ വേദനിപ്പിച്ചു. അവളുടെ മുഖത്തെ ഗൗരവഭാവം മാറ്റാനായി അയാൾ പറഞ്ഞു, "അമ്മായിയച്ഛനെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കിയാനെ, പക്ഷേ ഇവർ എൻ്റെ കൈകൾ കെട്ടിക്കളഞ്ഞു." അവൾ ചിരിച്ചോ എന്തോ. ഏറെ നേരം ആ കുരുന്നു മുഖത്തേക്ക് നോക്കി നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. നനവ് പുരണ്ട മിഴികളെ അവളിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോഴേക്കും പോലീസുകാർ അയാളെയും വലിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു. തോളിൽ സഞ്ചിയില്ലാത്ത, കയ്യിൽ പഴം നിറച്ച കൂടകളില്ലാത്ത ബന്ധനസ്ഥനായ കാബൂളിവാലയുടെ പോക്കും നോക്കും ഞാനും മിനിയും ഒട്ടുനേരം അവിടെ നോക്കി നിന്നു. മിനിക്കുട്ടിയുടെ മുഖം വാടിക്കരിഞ്ഞിരുന്നു. റഹ്മാനെ വളരെ വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. നിമിഷങ്ങളുടെ ചിറകിൽ തൂങ്ങി ദിവസങ്ങളും, ദിവസങ്ങളെ ഉള്ളിലൊതുക്കി മാസങ്ങളും, മാസങ്ങളെ ചുമലിലേറ്റി വർഷങ്ങളും കഴിഞ്ഞുപോയി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പലതും കടപുഴകി വീണു. പഴമകളുടെ സ്ഥാനത്ത് പുതുമകൾ വിരിഞ്ഞു നിന്നു. മിനിക്കുട്ടി പോലും കാബൂളിവാലയെ മറന്നു. കാബൂളിവാല പിന്മാറിയ ശൂന്യതയിലേക്ക് പുതിയ കൂട്ടുകാർ കടന്നു വന്നു. റഹ്മാൻ വിസ്മൃതിയുടെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് തള്ളപ്പെട്ടുപോയി. മിനിക്കുട്ടി വളർന്നു. അവളിപ്പോൾ മിക്കപ്പോഴും കൂട്ടുകാരികളുമൊത്തായിരിക്കും കഴിച്ചുകൂട്ടുക. എൻ്റെ മുറിയിൽ പോലും അധികം വരാതായി. എനിക്ക് പോലും അവളോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ വളരെ ദുർലഭമായി. വളർച്ചയുടെ ഭാവരൂപ വ്യത്യാസങ്ങൾ. പൂജാ അവധിക്കാലത്ത് മിനിയുടെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഏർപ്പാടുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൾ ഈ വീട് വിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകും. അതെന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളില്ലാത്ത ആ വീട് ദുഃഖത്തിൻ്റെ നിഴലിൽ ഇരുണ്ടുപോകുന്നതായി തോന്നി. അവസാനം ആ ദിവസവും സമാഗതമായി. അന്ന് രാത്രിയാണ് മിനിയുടെ വിവാഹം. എൻ്റെ മനസ്സിൽ വേദനയുടെ കാർമേഘം മൂടിക്കെട്ടിയിരുന്നെങ്കിലും പ്രഭാതം തെളിച്ചമുള്ളതായിരുന്നു. തങ്കം ഉരുക്കിയൊഴിച്ചതുപോലെയുള്ള ഉദയരശ്മികൾ. കൽക്കട്ടയിലെ വൃത്തികെട്ട മതിലുകളെപ്പോലും ആ കനകരശ്മികൾ സ്വർണം പൂശി ചേതോഹരങ്ങളാക്കി. വൃക്ഷത്തലപ്പുകൾക്ക് തങ്കക്കസവ് പൂശിയ ആ പ്രഭാതത്തിലും എൻ്റെ ഹൃദയം മൂടിക്കെട്ടിയിരുന്നു. മിനിയെ വേർപ്പെടുന്നതിലുള്ള ദുഃഖം. ഇന്നു രാത്രി അവൾ അന്യൻ്റേതാകും. ആ ഓർമ്മ തന്നെ കണ്ണുകളിൽ അശ്രുബിന്ദുക്കൾ നിറച്ചു. വീട്ടിലാകെ ബഹളം തന്നെ. കല്യാണത്തിരക്ക്. എങ്ങും തിക്കും തിരക്കും. ഉച്ചത്തിലുള്ള സംസാരം. ഉറ്റവരും ഉടയവരുമെല്ലാം കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഞാൻ മാത്രം എൻ്റെ മുറിയിൽ ഏകനായിരുന്നു. ദുഃഖചിന്തകൾ അകറ്റാൻ വേണ്ടി ഞാൻ കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു. ഒരാൾ മുന്നിലെത്തി താണു നമസ്കരിച്ചിട്ട് ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. മുഖമുയർത്തി നോക്കിയപ്പോൾ പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞില്ല. അത് റഹ്മാൻ എന്ന കാബൂളിവാലയായിരുന്നു. അയാളുടെ കയ്യിൽ വലിയ സഞ്ചിയോ അയാളുടെ നീളൻ മുടിയോ ഒന്നുമില്ലായിരുന്നു. ആളെ മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു, "റഹ്മാൻ, നിങ്ങൾ എപ്പോൾ വന്നു?" "കഴിഞ്ഞ രാത്രിയാണ് ഞാൻ ജയിൽ മോചിതനായത് സാർ." ആ മറുപടി എന്നിൽ ഒരു നീരസമുണ്ടാക്കി. കാരണം ഒരു അക്രമിയോട്, ജയിൽ പുള്ളിയോട് സംസാരിക്കുവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ മംഗള ദിവസത്തിലുള്ള അയാളുടെ വരവ്
തികച്ചും അശുഭസൂചകമായി ഞാൻ കരുതി. അകത്ത് മംഗളകർമ്മങ്ങൾ നടക്കുകയാണ്. എനിക്ക് വല്ലാത്ത തിരക്കുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റൊരു ദിവസം വരൂ. അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കേൾക്കേണ്ട താമസം കാബൂളിവാല തിരിച്ചു നടന്നു. ഞാൻ അത് നോക്കി താടിക്ക് കയ്യും കൊടുത്തിരുന്നു. പടിക്കലെത്തിയ അയാൾ പിടിച്ചു നിർത്തിയ പോലെ നിന്നു. എന്നിട്ട് തിരിഞ്ഞ് എന്നെ നോക്കി. അയാളുടെ മുഖത്ത് ഒരു വിളറിയ ചിരി. ആശങ്കകളോടെയെങ്കിലും അയാൾ എന്നോട് ചോദിച്ചു, മിനിക്കുട്ടിയെ ഒരു നോക്ക് ഒന്ന് കണ്ടുകൊള്ളട്ടെ സാർ. ആത്മാർത്ഥത നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ അയാളുടെ മനോവ്യാപാരത്തെക്കുറിച്ചായി എൻ്റെ ചിന്ത. മിനിക്കുട്ടി ഇപ്പോഴും പഴയ മിനിക്കുട്ടി തന്നെയാണെന്നായിരിക്കും അയാളുടെ ഓർമ്മ. ഓ കാബൂളിവാല എന്ന് വിളിച്ചുകൂവി അവൾ ഓടിയെത്തുമെന്നും പതിവ് പോലെ കഥകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമെന്നും അയാൾ കരുതിയിരിക്കണം. ഏതായാലും പഴയ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ ഇല്ലാത്ത കാശുണ്ടാക്കി അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയുമൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും അയാളോടായി പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ആരെയും കാണാൻ സാധിക്കില്ല. തിരിഞ്ഞു നടന്ന് എൻ്റെ അരികിലെത്തിയ റഹ്മാൻ ആ പൊതിക്കെട്ട് എൻ്റെ നേർക്ക് നീട്ടി. സാർ, ഞാൻ മിനിക്കുട്ടിക്ക് ഒരു എളിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മോൾക്കൊന്ന് കൊടുക്കണേ. അയാളുടെ യാചനാസ്വരം എൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ പോറലുകൾ സൃഷ്ടിച്ചു. ആ പൊതിക്കെട്ട് വാങ്ങിച്ചുകൊണ്ട് സ്നേഹസമ്പന്നനായ ആ പാവത്തിന് പണം കൊടുക്കാനായി ഞാൻ എൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, വേണ്ട സാർ, എനിക്ക് പണം തരല്ലേ. ഇത് കച്ചവടമല്ല സാർ. എൻ്റെ മനഃശാന്തിക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനം മാത്രമാണ്. ഗദ്ഗദം പൂണ്ട ആ വാക്കുകൾ കണ്ണീരിൽ ഈറനണിഞ്ഞിരുന്നു. ഒരു നിമിഷം നിശ്ചലനായി നിന്നിട്ട് അയാൾ തുടർന്നു, മിനിക്കുട്ടിയെപ്പോലെ ഒരു കൊച്ചുമകൾ എനിക്കുമുണ്ട് സാർ. മിനിക്കുട്ടി എന്നിൽ എൻ്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉയർത്തുന്നു. എൻ്റെ മകൾക്ക് കൊടുക്കുന്നത് പോലെയാണ് സാർ ഞാൻ ഈ സമ്മാനം മിനിക്കുട്ടിക്ക് നൽകുന്നത്. വിറയാർന്ന ശബ്ദം, നനവാർന്ന കണ്ണുകൾ. എന്നിൽ ആത്മവേദന ഇരച്ചു കയറി. മിനിയോട് അയാൾ ഇഴുകിച്ചേർന്നതിൻ്റെ രഹസ്യം എനിക്കപ്പോഴേ മനസ്സിലായുള്ളൂ. സംസാരം നിർത്തിയിട്ട് അയാൾ അയഞ്ഞ കുപ്പായത്തിൻ്റെ നീണ്ട കീശയിൽ കൈയിട്ട് മുഷിഞ്ഞ ഒരു കടലാസ് തുണ്ട് പുറത്തെടുത്തു. ശ്രദ്ധയോടെ അത് നിവർത്തി എൻ്റെ മേശപ്പുറത്ത് വെച്ചു. ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിൽ ഒരു കുഞ്ഞു കൈപ്പത്തി പതിഞ്ഞിരിക്കുന്നു. കൈപ്പത്തിയുടെ ഫോട്ടോ അല്ല, കൈപ്പത്തി വരച്ചതുമല്ല. വെറും മഷിയിൽ കൈമുക്കി ആ കടലാസ് തുണ്ടിൽ പതിച്ചിരിക്കുന്നു. വർഷങ്ങളായി അയാളത് നെഞ്ചോട് ചേർന്നുള്ള പോക്കറ്റിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നു. വർഷം തോറും കാബൂളിൽ നിന്ന് സാധനങ്ങൾ വിറ്റഴിക്കാൻ കൽക്കട്ട തെരുവിലെത്തുന്ന അയാൾ ആ കൈപ്പത്തിയുടെ പതിപ്പും കൂടെ കൊണ്ടുവരുന്നു. പകലത്തെ പണിയെല്ലാം കഴിയുമ്പോൾ എവിടെയെങ്കിലും ചടഞ്ഞുകൂടുന്ന അയാൾ സ്വന്തം നെഞ്ചിൻ്റെ ചൂട് നൽകി സൂക്ഷിച്ചിരുന്ന ആ കടലാസു കഷ്ണം പുറത്തെടുക്കുന്നു. അതിലെ കുരുന്നു കൈപ്പത്തിയിലേക്ക് നോക്കി കിടക്കുമ്പോൾ മൈലുകൾക്കപ്പുറം അച്ഛൻ്റെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്ന പൊന്നോമന പുത്രിയെ അയാൾ കാണുന്നു. ആ കൈപ്പത്തിയിലൂടെ സ്വപുത്രിയെ കണ്ട് സായുജ്യമടയുന്ന ആ തെരുവു കച്ചവടക്കാരനെ നോക്കിയിരുന്നപ്പോൾ എൻ്റെ മിഴികൾ നിറഞ്ഞുപോയി. എൻ്റെ മുൻപിൽ അപ്പോൾ തെരുവു കച്ചവടക്കാരനെയല്ല, വാത്സല്യനിധിയായ ഒരു പിതാവിനെയാണ് ഞാൻ കണ്ടത്. ഹിമാലയ സാനുക്കളിൽ പിതൃസ്നേഹത്തിനും പരിലാളനയ്ക്കും വേണ്ടി കാത്തുകാത്തിരിക്കുന്ന പെൺകുട്ടിയുടെ അവ്യക്ത ചിത്രം മിഴിനീരിൻ്റെ മൂടലിൽ തെളിഞ്ഞു. ആ ചിത്രത്തിലൂടെ ഞാൻ എൻ്റെ മിനിക്കുട്ടിയുടെ മുഖം കാണുകയായിരുന്നു. കാബൂളിവാലയിൽ നിന്നുതിർന്ന ചൂടുള്ള നെടുവീർപ്പിൻ്റെ ദുഃഖരാഗമാണ് എന്നെ ചിന്തയിൽ നിന്നുണർത്തിയത്. ദാഹിക്കുന്ന മിഴികളുമായി നിൽക്കുന്ന ആ മനുഷ്യനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഞാൻ മിനിയെ വിളിച്ചു. അവളെ ആ സമയം ചമയമുറിക്ക് പുറത്തിറക്കുന്നതിൽ വലിയ എതിർപ്പുയർന്നു. എന്തോ ഞാൻ അതൊന്നും കൂട്ടാക്കിയില്ല. അവസാനം മിനിക്കുട്ടി വന്നു.
ചുവന്ന സിൽക്കിൽ നെയ്തെടുത്ത വിലയേറിയ കല്യാണ സാരിയിൽ അലങ്കൃതയായ കൊച്ചു സുന്ദരി. അവൾ എൻ്റെ അരികിൽ വന്ന് നിശബ്ദയായി നിന്നു. കണ്ണിമയ്ക്കാതെ മിനിയെ നോക്കി നിന്ന കാബൂളിവാലയുടെ മുഖത്ത് അത്ഭുതങ്ങൾ വിരിയുന്നതും കൊഴിയുന്നതും കാണാമായിരുന്നു. അവളും ആ പഴയ മനുഷ്യനെ ഉറ്റുനോക്കുകയായിരുന്നു. അയാളുടെ ചുണ്ടിൽ വിരിഞ്ഞ് കരയിപ്പിക്കുന്ന ചിരി അവളെ വർഷങ്ങൾക്കപ്പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അയാളോട് അണ്ടിപ്പരിപ്പും പഴനുറുക്കും വാങ്ങിത്തിന്നുകൊണ്ട് തമാശ പറഞ്ഞു ചിരിക്കുന്ന കുസൃതിക്കുടുക്കയായ മിനി ഇന്നെവിടെ? മണിയറയിലേക്ക് കാലുകുത്താൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ലജ്ജാവിവശയായ മിനിയുടെ പഴയ ഓജസ്സും പ്രസരിപ്പും നഷ്ടപ്പെട്ട ആ പഴയ മനുഷ്യൻ്റെ മുന്നിൽ അപ്പോൾ 2 ചിത്രങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുന്നിൽ കൂസലില്ലാതെ വന്നിരുന്ന് വാതോരാതെ സംസാരിക്കുന്ന കുട്ടിയുടുപ്പുകാരി മിനിക്കുട്ടിയുടെയും തന്നെയും നോക്കി ഹിമാലയസാനുവിലെ ഒരു കുടിലിൽ തപസ്സിരിക്കുന്ന തൻ്റെ ഓമനപുത്രിയുടെയും ചിത്രങ്ങൾ. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, മിനിക്കുട്ടി, അമ്മായി അച്ഛൻ്റെ വീട്ടിൽ പോവുകയാണ് അല്ലേ? പണ്ട് ആ ചോദ്യം കേട്ട് പൊരുളറിയാതെ പൊട്ടിച്ചിരിച്ചിരുന്ന മിനിക്കുട്ടിക്ക് ഇന്നതിൻ്റെ അർത്ഥം മുഴുവനും മനസ്സിലായിരിക്കുന്നു. പക്ഷേ പഴയതുപോലെ മറുപടി പറയാൻ അവൾക്കാവുന്നില്ല. ഒരു നിമിഷം കുനിഞ്ഞ മുഖവുമായി നിന്നിട്ട് മെല്ലെ അവൾ അകത്തേക്ക് കയറിപ്പോയി. കല്യാണത്തിനുള്ള വെള്ളത്തൂവാല കൊണ്ട് അവൾ കണ്ണുകൾ ഒപ്പുന്നത് ആരും കണ്ടില്ല. അടിവെച്ചടിവെച്ച് നടന്നു നീങ്ങുന്ന അവളെയും നോക്കി നിന്ന കാബൂളിവാലയുടെ നനഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ വളർച്ചയെത്തിയ സ്വന്തം മകളുടെ ചിത്രം തെളിഞ്ഞു. അപ്പുറത്ത് മംഗല്യമേളം ഉയരാൻ തുടങ്ങി. റഹ്മാൻ എന്ന കാബൂളിവാല അപ്പോഴും അങ്ങകലെ മലയടിവാരത്തിൽ തൻ്റെ യൗവനയുക്തിയായ പുത്രിയെ തേടി അലയുകയായിരുന്നു. ഒരുപക്ഷേ മറ്റൊരു കല്യാണമേളം അയാളുടെ മനോമുകുരത്തിൽ തെളിഞ്ഞിരിക്കാം. സ്വന്തം പുത്രി കല്യാണ ചെറുക്കനോട് ചേർന്നിരിക്കുന്ന രംഗവും അയാൾ മനസ്സിൽ കണ്ടിരിക്കാം. പരിസരം മറന്നുള്ള ആ നിൽപ്പ് എന്നിലെ പിതാവിനെ വിളിച്ചുണർത്തി. എൻ്റെ ഹൃദയം പിടഞ്ഞു. ഞാനൊരു 100 രൂപ നോട്ടെടുത്തു. ഹേ കാബൂളിവാല, മെല്ലെ അയാളെ കുലുക്കി വിളിച്ചു. സ്വപ്നലോകത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന അയാൾക്ക് ആ പണം നൽകിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തേക്ക് പോകൂ. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മകളെ ആശ്വസിപ്പിക്കൂ. സ്വന്തം പിതാവിനെ കാണുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആനന്ദം മിനിക്കുട്ടിക്ക് നന്മ വരുത്തും. വിറയാർന്ന കൈകളിൽ ആ നോട്ടും വാങ്ങി ആടിയാടി നടന്നു പോകുന്ന ആ പിതാവിനെ നോക്കി നിന്നപ്പോൾ എൻ്റെ കണ്ണുകൾ ഒരിക്കൽ കൂടെ നിറഞ്ഞുപോയി. മിനിയുടെ കല്യാണ ചിലവ് കുറേയൊക്കെ ഞാൻ വെട്ടിക്കുറച്ചു. ദീപാലങ്കാരവും സംഗീതവും ഒന്നും വേണ്ടെന്ന് വെച്ചു. പെണ്ണുങ്ങൾക്കതിൽ വലിയ പരാതിയുണ്ടായിരുന്നു. പക്ഷേ ലളിതമായ ആ ചടങ്ങുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിർവൃതിദായകമായിരുന്നു. അങ്ങകലെ മലയടിവാരത്തിൽ ദീർഘനാളുകളായി വേർപെട്ടിരുന്ന ഒരു അച്ഛനും മകളും വീണ്ടും ഒന്നിക്കും. മകളെ ആലിംഗനം ചെയ്ത് ആ പിതാവ് വാത്സല്യപൂർവ്വം നെറുകയിൽ തുരുതുരെ ചുംബിക്കും. ഹൃദയാവർജകമായ ആ രംഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞപ്പോൾ മിനിക്കുട്ടിയുടെ ലളിതമായ കല്യാണ ചടങ്ങും സദ്യയും കൂടുതൽ ഹൃദ്യമായി എനിക്ക് തോന്നി.